ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ലാവണ്യയുടെ കയ്യിൽ നിന്നും ഫോൺ നമ്പറൊക്കെ വാങ്ങി, ശ്രുതിയുടെ നമ്പർ. അപ്പോൾ ശ്രുതിയുടെ നമ്പർ മേടിച്ചിട്ട് ആ നമ്പറിലേക്ക് നമ്മുടെ അശ്വൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ അറിയില്ലാത്ത നമ്പറല്ലേ, അപ്പോൾ പിന്നെ താൻ ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അശ്വിന് കലിപ്പ് കയറി. നമ്മുടെ ശ്രുതി മിണ്ടുന്നത് കേൾക്കുമ്പോൾ അയാൾക്ക് കലിപ്പ് കയറും. അങ്ങനെ ശ്രുതിയോട് വളരെ മോശമായ രീതിയിൽ ഇങ്ങനെ ഞാൻ ആരാണെന്ന് അറിഞ്ഞിട്ടാണ് നീ സംസാരിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ താൻ ആരാടോ എന്ന് നമ്മുടെ ശ്രുതി ചോദിച്ചു. അപ്പോൾ ഈ സമയത്ത് ഞാനാണ് അശ്വനാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ഞെട്ടി. ഇയാൾക്ക് എങ്ങനെ എൻ്റെ നമ്പർ കിട്ടിയതെന്നുള്ളൊരിതിൽ. അപ്പോൾ ഒരാൾ ഫോണിലേക്ക് വിളിച്ചാൽ പോലും മാന്യമായി സംസാരിക്കാൻ അറിയാത്ത നീ ആരാണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ആ ഒരു രീതിയിലൊക്കെ ഇങ്ങനെ ശ്രുതിയോട് വളരെ മോശമായിട്ട് ഇങ്ങനെ സംസാരിക്കാം. അപ്പോൾ സാർ എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഞാൻ ഇന്ന ആളാണെന്ന് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഫോണിൽ കൂടെയായി രണ്ടുപേരും കൂടെ വഴക്ക്. ഇത്രയും നാൾ നേരിട്ട് കാണുമ്പോഴേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഫോണിലൂടെയും വഴക്കും വക്കാണോ ആയിരിക്കും. അങ്ങനെ ശ്രുതിയെ ഫോണിലൂടെ ഒരുപാട് ചീത്ത വിളിക്കുന്നു. ഒരു പരിധി വരെയൊക്കെ തിരിച്ചു പറയാനായിട്ട് നമ്മുടെ ശ്രുതി നിന്നു. പക്ഷെ വീട്ടിലായതുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതലൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. അമ്മായിക്ക് ആകെ പ്രശ്നമാവുമല്ലോ. അങ്ങനെ ആ ഒരു ഇതിൽ ഫോണിൽ വിളിച്ചു ഇങ്ങനെ അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടോണ്ടങ്ങനെ ഇരിക്കുക. അപ്പോൾ നാളെ ഇന്ന സമയത്ത് കൃത്യമായി ഓഫീസിലെത്തിയിരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അതൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ ശ്രുതി ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോഴത്തേക്കും ചേച്ചി വന്നു. പ്രീതി വന്നിട്ട് ചോദിച്ചു, ആരാ മോളെ വിളിച്ച് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇന്ന പോലെ സാറാണ് വിളിച്ചത്, എന്നോട് നാളെ നേരത്തെ ഓഫീസിലേക്ക് എത്തണം എന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം അതെന്തിനാ രാവിലെ തന്നെ നിന്നോട് ചെല്ലാൻ പറഞ്ഞതെന്ന് ചോദിച്ചു. എന്തിനാണെന്നൊന്നും എനിക്ക് അറിയില്ല ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറഞ്ഞു. എന്തായാലും ഇന്നത്തെ ദിവസത്തിന് മൂഡ് കളയേണ്ടെന്നും പറഞ്ഞു. എന്നിട്ട് രണ്ടുപേരും കൂടി ബാക്കി കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോകണം. ഈ സമയത്ത് അശ്വൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ശ്രുതിയെ പറ്റി ചിന്തിക്കുവാണ്. അവൾക്ക് നാളെ എന്ത് ടാസ്ക് കൊടുക്കും, അവളെ ശരിക്കും ഒന്ന് പെടുത്തണം, അല്ലെങ്കിൽ അവളെ അവിടെ നിന്ന് പുറത്താക്കണം. അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും തനിക്കത് പ്രശ്നമാണെന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത്രയും ദിവസം കൊടുത്തിരുന്ന എല്ലാ ടാസ്കുകളും വൻ വിജയത്തോടു കൂടിയാണ് അവൾ പൂർത്തീകരിച്ചത്. ഇനി കൊടുക്കുന്നത് ഒരു കാരണവശാലും അവൾക്ക് നേടിപ്പോരാൻ കഴിയാത്ത ഒരു ടാസ്ക് ആയിരിക്കണമെന്നുള്ള കാര്യം അശ്വൻ അങ്ങ് തീരുമാനിച്ചു. എന്നിട്ട് അങ്ങനെ തന്നെ ഉറപ്പിക്കുക. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. നമ്മുടെ അശ്വൻ രാവിലെ തന്നെ ഓഫീസിലേക്ക് പോരാനായിട്ട് തയ്യാറെടുക്കുന്നു. ഈ സമയത്തുണ്ടല്ലോ ലാവണ്യക്ക് അവിടെ ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല. കാരണം ഇന്നലെ ഫോൺ നമ്പറൊക്കെ കൊടുത്തു. ഇനി വഴക്കിട്ട് വഴക്കിൻ്റെ അവസാനം പ്രണയമായി മാറുമോ എന്നുള്ളൊരു പേടി ലാവണ്യക്കും വന്നു. ലാവണ്യ എന്നിട്ട് എന്ത് ചെയ്തു, വേഗം തന്നെ കെട്ടും കിടക്കായിട്ട് നമ്മുടെ അശ്വിനെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വലിയ ആൾ കളിച്ച് കയറി വരുമ്പോൾ നമ്മുടെ അച്ഛമ്മ അവിടെ ഉണ്ടായിരുന്നു. അമ്മയോട് വളരെ മോശമായ രീതിയിൽ വന്ന് കയറിയതും വളരെ തൻ്റെ ഇടത്തോടെ അഹങ്കാരത്തോടു കൂടി സംസാരിച്ചു. പ്രായമായൊരു വ്യക്തിയാണെന്നുള്ള മര്യാദ പോലും കൊടുക്കാതെ. അപ്പോൾ ലാവണ്യ എന്തിനാണ് അങ്ങോട്ടേക്ക് വന്നതെന്നുള്ള കാര്യം ചോദിച്ചപ്പോഴാണ് ഈ വക സംസാരങ്ങളൊക്കെ. പുള്ളിക്കാരിയുടെ മുന്നിൽ ലാവണ്യക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? എന്തായാലും കിട്ടിയ അവസരത്തിൽ നമ്മുടെ അശ്വിനോട് പ്രണയം പറയാം, അല്ലെങ്കിൽ അശ്വിനെ കയ്യിലെടുക്കാം വന്നത്. പക്ഷെ ആ കാര്യങ്ങളൊന്നും നടന്നില്ല. അങ്ങനെ ആ ഒരു കാര്യം നടക്കാതെ വന്ന സമയത്ത് മൊത്തത്തിൽ പ്രശ്നങ്ങളും കാര്യങ്ങളുമായി നമ്മുടെ അച്ചമ്മയായിട്ട്. അപ്പോൾ കുറച്ചൊക്കെ മര്യാദയും അല്ലെങ്കിൽ കുറച്ചൊക്കെ വകതിരിവുള്ളവരോട് കാര്യങ്ങൾ പറഞ്ഞിട്ടേ കാര്യമുള്ളെന്നും അതിന് കുറച്ചെങ്കിലും ക്വാളിറ്റി വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ചമ്മ ഇങ്ങനെ ലാവണ്യെ അവിടെ ഇട്ട് നാണം കെടുത്തുക. അങ്ങനെ ലാവണ്യെ ശരിക്കും പറഞ്ഞ അച്ചമ്മ അവിടെ ഇട്ട് പൊളിച്ചടിക്കുകയെന്ന് തന്നെ പറയാം. ലാവണ്യക്ക് തിരിച്ചൊന്നും പറയാനായിട്ട് ഇല്ലാത്ത രീതിയിൽ ആണ് അവർ സംസാരിച്ചത്. എന്തായാലും അശ്വിനെ കാണാൻ വന്നിട്ട് നാണം കെട്ട് അശ്വിനെ കാണാതെ പോകേണ്ട ഒരു ഗതികേടിലൂടെയായി ലാവണ്യ. കാരണം അവരുടെ നാവിൽ നിന്ന് അത്രയും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് പിന്നെ കയറി പോവുക, അല്ലെങ്കിൽ അശ്വിൻ്റെ മുറിയിലേക്ക് പോവുക എന്നുള്ളത് വലിയ നാണം കെട്ടൊരു ഇതായതുകൊണ്ട് പുള്ളിക്കാരി അങ്ങ് പോയി. ഈ സമയത്ത് അശ്വതി അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിച്ചു, എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പം ലാവണ്യ വന്നതായിരുന്നു എന്നും അവൾ ഈ രീതിയിലൊക്കെ സംസാരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുക. അവളെപ്പോലെ ഒരുത്തി ഇനി എന്തിനാണോ ഇവനിങ്ങനെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ സംസാരിച്ചു കേട്ടോ. അപ്പോൾ അവൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ നിനക്ക് പിന്നെ ആർക്കാ കുഴപ്പമുള്ളതെന്ന് ചോദിക്കുക അശ്വതിയോട്. അങ്ങനെ അവർ ആ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ അശ്വിൻ ഓഫീസിലേക്ക് ചെന്നു. ഓഫീസിൽ ചെന്നപ്പോഴേക്കും ശ്രുതി വീട്ടിൽ കിടന്ന് ഭയങ്കര ധൃതിയാണ്. ഇന്ന് നേരത്തെ എത്തണമെന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ ഇന്നലത്തെ പാർട്ടിയും കാര്യങ്ങളും അതുപോലെ ചേച്ചിയുടെ കൂടിയുള്ള സംസാരം ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ ഒരുപാട് വൈകി കിടക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഓടിപ്പിടിച്ച് ചെല്ലണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു വല്ലാത്തൊരു ഇതാണ് ശ്രുതിക്ക്. അപ്പോൾ ശ്രുതി ഇത് ചേച്ചിയോട് പറയുകയും ചെയ്തല്ലോ. അപ്പോൾ ചേച്ചിയും അതുപോലെ തന്നെ അനുജത്തി പറഞ്ഞു വിടാനായിട്ടുള്ള ഇത് കാണിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം അവിടെ ഇങ്ങനെ നടക്കുന്നു. അപ്പോഴേക്കും ശ്യാം അങ്ങോട്ടേക്ക്. അപ്പോൾ ശ്യാമിനോടൊന്നും മിണ്ടാനെന്നുള്ള സമയമില്ല ശ്രുതിക്ക്. അപ്പോൾ ശ്രുതി വേഗം ജോലിക്ക് വേണ്ടി ഓടി കത്തിച്ച് പോവുക. അപ്പോൾ ഇങ്ങനെ ധൃതി കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്യാം പറഞ്ഞു കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ ശ്രുതി പൊക്കോളാമെന്ന് പറഞ്ഞു. ശ്രുതി അങ്ങനെ പോകണം.
അങ്ങനെ ശ്രുതി ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ലാവണ്യയും അതുപോലെ തന്നെ അശ്വിനും കൂടി ചേർന്ന് കുറേ പ്ലാനൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതലും മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് അശ്വിൻ്റേതായിരുന്നു. അപ്പോൾ നമ്മുടെ ശ്രുതിയെ വിളിപ്പിച്ചു. അപ്പോൾ കറക്റ്റ് സമയത്ത് ശ്രുതി വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ശ്രുതിയോട് ക്യാമ്പിലേക്ക് വരാൻ പറഞ്ഞ് വിളിച്ചു. അപ്പോൾ എന്തായാലും കൃത്യസമയത്ത് ശ്രുതി അവിടെ എത്തിയിരുന്നു. ക്യാമ്പിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് വലിയൊരു ജോലി കൊടുത്തു. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, സാർ അതെനിക്ക് കുറച്ച് ടഫായിരിക്കും, എനിക്കത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ, നിന്നോട് ചെയ്യാനാ പറഞ്ഞത്, പറ്റില്ലെന്ന് എന്നോട് ഇങ്ങോട്ട് പറയാനല്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനാണ് നിനക്ക് ശമ്പളം തരുന്നതെന്ന് പറഞ്ഞു. സാർ പ്ലീസ് സാർ എന്നെ ഒന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞപ്പോൾ, നിന്നെ ഞാനെന്തിനാ മനസ്സിലാക്കുന്നത്, എനിക്ക് വേണ്ടത് എൻ്റെ ജോലി എൻ്റെ ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളുടെ ആ ഒരു ഇതൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയണം. പിന്നെ എൻ്റെ മുന്നിൽ വന്ന് നിന്ന് ഇങ്ങനെ നിൽക്കരുത്, നിൻ്റെ മോന്ത കണ്ട അന്നത്തെ ദിവസം എൻ്റെ പോക്ക, ഗെറ്റ് ഔട്ട് എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് ആട്ടി ഇറക്കി വിടുവാണ് ഈ അശ്വിൻ. കാരണം എന്താ, ശ്രുതിക്ക് ആ ഒരു ജോലി കൊടുക്കണം എന്നുള്ളൊരിതിൽ. അപ്പോൾ ഈ ശ്രുതിയെ ഇങ്ങനെ ഒരു വലിയ ടാസ്കിലേക്ക് പറഞ്ഞു വിടുന്നത് അശ്വൻ്റെ ആ ഒരു വലിയ ഇതാണെന്ന് ലാവണ്യയ്ക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ലാവണ്യ അതിലൊരു ചതി അവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്നു. അങ്ങനെ ശ്രുതി അശ്വിൻ പറഞ്ഞ ആ ഒരു സൈറ്റിലേക്ക് പോയി. അവിടെ ചെന്നു തൻ്റെതായ കുറച്ച് കാര്യങ്ങളിൽ തൻ്റെതായ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ശൈലിയിലെല്ലാം നോക്കിയും കണ്ടു. അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ചെയ്യുന്നു. അപ്പോൾ ശരിക്കും അപകടകരമായ ഒരു സിറ്റുവേഷനിലാണ് ശ്രുതിയെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ശ്രുതി അങ്ങോട്ടേക്ക് കയറി ചെന്ന് അവിടെ ഒരു കുറേ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളുള്ള സ്ഥലത്ത് ചെന്നു. അപ്പോൾ ഈ ലാവണ്യ എന്ത് ചെയ്തു, ലാവണ്യയുടെ കുറച്ച് ഗെറ്റപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരി വന്നിട്ട് നമ്മുടെ ശ്രുതിയെ പൂട്ടിയിട്ടു. അപ്പോൾ പൂട്ടിയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പാവം ശ്രുതി ഇത് അറിയുന്നില്ല. ശ്രുതി ഇത് അങ്ങോട്ട് അതൊക്കെ കണ്ടും കേട്ടും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പട്ടിക കഷ്ണങ്ങളായിട്ടും അതും ഇതൊക്കെ ആയിട്ട് നമ്മുടെ ശ്രുതിയുടെ ദേഹത്തേക്ക് മറിഞ്ഞു വീഴാൻ തുടങ്ങി. അപ്പോഴേക്കും ശ്രുതി ശരിക്കും പേടിച്ച് ടയേർഡായി. അപ്പോൾ ഓടിച്ചെന്ന് വാതിലിൻ്റെ അങ്ങോട്ടേക്ക് ചെന്നപ്പോഴാണ് വാതിൽ പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടത്. അത് കണ്ടപ്പോഴേക്കും ശ്രുതി പേടിച്ചു പോയി. ശ്രുതി വാതിൽ കൊട്ടി സാർ എന്നെ രക്ഷിക്കുന്നു പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അങ്ങനെ നമ്മുടെ അശ്വിൻ അറിയുന്നില്ല. അപ്പോൾ എന്തായാലും ശ്രുതി അതിനകത്ത് പെട്ടുപോയി. ശ്രുതി കുറേ നേരം അതിനകത്തോടെ ഇങ്ങനെ നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിക്ക് ശ്വാസം വരെ മുട്ടാൻ തുടങ്ങി. കാരണം പൊടി, അതുപോലെ തന്നെ വല്ലാത്തൊരു ഭീകരാവസ്ഥ. അങ്ങനെ നമ്മുടെ ശ്രുതിയെ മരണത്തിലേക്ക് തള്ളിവിടുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് അവിടെ. അപ്പോൾ അത് വരുമ്പോൾ നമ്മുടെ ശ്രുതി മരിക്കാൻ കാരണം അശ്വിനായിട്ട് വരും. അങ്ങനെ മൊത്തത്തിൽ ലാവണ്യയ്ക്ക് എന്തുകൊണ്ടും കുറച്ചൊക്കെ ഒരു ലാഭമാണല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ അശ്വിനെ കിട്ടും എന്നൊക്കെയുള്ളൊരിത്. അങ്ങനെ ആ ഒരു ഇതിൽ നമ്മുടെ ശ്രുതി ആ ഒരു മരണത്തോട് വല്ലാത്തൊരു ഇതിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് അശ്വിൻ ശ്രുതി ഇത്രയും നേരമായിട്ട് വരാത്തത് കൊണ്ട് ശ്രുതിയെ പുറത്താക്കാൻ തന്നെ ഉറപ്പിച്ച് അങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്താണ് അശ്വിൻ പോലും അല്ലെങ്കിൽ ലാവണ്യ പോലും പ്രതീക്ഷിക്കാതെ നമ്മുടെ ശ്രുതിക്ക് രക്ഷകനായിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തി അങ്ങോട്ടേക്ക് വരുന്നത്. അത് വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ ശ്രുതിയെ വീട്ടിൽ കൊണ്ടാക്കിയ ആ ഒരു സാറ് തന്നെയായിരുന്നു. തൻ്റെ അനുജത്തിക്കുട്ടിയായിട്ടാണല്ലോ ശ്രുതിയെ കാണുന്നത് അദ്ദേഹം. അപ്പോൾ എന്തായാലും ഒരിക്കലും ചിന്തിക്കുന്നു പോലും ഇല്ല ആകാശ് സാർ അവിടെ എത്തും എന്നുള്ളത്. എന്തായാലും ആ സാർ അവിടെ വന്നു, ആകാശ് സാറ് വന്നു നമ്മുടെ ശ്രുതിയെ രക്ഷപ്പെടുത്തി. അതുപോലെ തന്നെ അശ്വിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും അശ്വിൻ ഭയങ്കരമായിട്ട് കിടന്ന് ചൂടാകുക. കാരണം പറഞ്ഞ സമയത്ത് വർക്ക് ചെയ്തില്ല, തീർത്തില്ല, ഇതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും സാർ എന്തറിഞ്ഞിട്ടായി സംസാരിക്കുന്നത്, ഇന്ന അവസ്ഥയിലായിരുന്നു ശ്രുതി എന്നും കുറച്ചു നേരം കൂടി ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലാൻ വൈകിയിരുന്നെങ്കിൽ ഉറപ്പായും മരണം വരെ സംഭവിച്ചേനെ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആകാശ് സാർ ഇതെല്ലാം അശ്വിനെ ബോധ്യപ്പെടുത്തുക. അപ്പോഴേക്കും അപ്പുറം നിന്ന് ലാവണ്യ ഇതൊക്കെ പല്ലിറുമ്മി പിടിച്ചാണ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്, അവൾ ചത്തില്ലല്ലോ എന്നുള്ള ഒരു ഇതിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആകാശ് സാറ് വളരെ കാര്യമായിട്ട് തന്നെ നമ്മുടെ ശ്രുതി നേരിട്ട ആ ഒരു അവസ്ഥകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അശ്വിൻ്റെ അഹങ്കാരം കുറച്ചൊന്ന് ഒതുങ്ങി. അപ്പോൾ ശ്രുതിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരെ വയ്യെന്നുള്ള കാര്യം അയാൾക്ക് മനസ്സിലായി. അയാൾ പറഞ്ഞു വിട്ട ഒരു സ്ഥലത്ത് ഇങ്ങനൊരിത് വന്നത് ശരിക്കും പറഞ്ഞാൽ അശ്വിന് ഒരു വിഷമമല്ല, മറിച്ച് എന്തോ ഒരു ഇതുപോലെ തോന്നി. അപ്പോൾ അശ്വിൻ പിന്നെ ഒന്നും മിണ്ടിയില്ല കേട്ടോ. എന്നിട്ട് പിന്നെ ശ്രുതിയോട് റെസ്റ്റ് എടുക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ശ്രുതി പറഞ്ഞു, വേണ്ട സാർ എനിക്ക് റെസ്റ്റ് ഒന്നും വേണ്ട, പറഞ്ഞ ഡ്യൂട്ടി ഞാൻ പറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അതിന് ഒച്ചയെടുത്തു, പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി, ഓവർ സ്മാർട്ട് ആവാൻ നോക്കണ്ടെന്നും പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞപ്പോൾ ആകാശ് സാറ് പറഞ്ഞു, സാറ് പറഞ്ഞതല്ലേ ശ്രുതിയോട് റെസ്റ്റ് എടുക്കാനായിട്ട്, ഇന്ന് എന്തായാലും വീട്ടിലോട്ട് പൊയ്ക്കോ, നാളെ വന്ന് വർക്ക് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ശ്രുതിയെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. എന്തായാലും ഇപ്പോൾ ശ്രുതിയെ ഞാൻ കൊണ്ടുവിടാം എന്ന് ആകാശ് സാറ് പറഞ്ഞു. വേറെ ഒന്നുമല്ല, ആ ഒരു പോക്കിൽ നമുക്ക് പ്രീതിയെ കാണാൻ പറ്റുമെങ്കിൽ അത്രയും ഗുണകരമായ കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കാര്യങ്ങളും കഴിഞ്ഞു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ലാവണ്യ വലിയ ആൾ കളിച്ചുകൊണ്ട് ഈ അശ്വിൻ്റെ മുന്നിൽ സംസാരിക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്ക് ലാവണ്യോട് പറഞ്ഞു, എനിക്ക് കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കണം, ലാവണ്യോട് പുറത്തു പോകാൻ. അശ്വിൻ നിന്നോടല്ലേ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് ലാവണ്യോട് വീണ്ടും അശ്വിൻ ദേഷ്യപ്പെടുന്നു. ഓക്കെ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ലാവണ്യ പുറത്തേക്ക് ഇറങ്ങി പോരുക. കാരണം വേറൊന്നുമല്ല,
ലാവണ്യക്ക് മനസ്സിലായി അവളെക്കുറിച്ചുള്ളത് ശരിക്കും മെൻ്റലി ഷോക്കായി അശ്വിൻ എന്നുള്ള കാര്യം. ഇനി ഇതിൽ പിടിച്ച് കയറാൻ അശ്വിൻ എന്തൊക്കെ കാണിച്ചു കൂട്ടും എന്നുള്ളത്, അല്ലെങ്കിൽ ഇതിൽ പിടിച്ച് നമ്മുടെ ശ്രുതി കയറുമോ, ഇതൊക്കെയാണ് ലാവണ്യയുടെ പേടി. അങ്ങനെ മരണത്തിൽ നിന്നും എന്താ പറയുന്നത്, മരിക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന നമ്മുടെ ശ്രുതിയോട് ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് എന്തൊക്കെയോ ഒരു വികാരം തോന്നുന്നു നമ്മുടെ അശ്വിന്. അതൊരു പക്ഷേ സ്നേഹമാകാം, പ്രണയമാകാം, അല്ലെങ്കിൽ അങ്ങനെ മറ്റെന്തെങ്കിലുമൊക്കെ ആകാം. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ട് അടുത്ത ആഴ്ചത്തെ നമ്മുടെ കഥ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.